ഹായ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ജോസുലം വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ മച്ചമ്മരെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ കുട്ടടമ്പയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ നമ്മുടെ ബാക്കിൽ തന്നെ കാണാൻ പറ്റും, ഒരു ചെറിയൊരു ആറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഇരുന്നപ്പോൾ വെറുതെ പോസ്റ്റ് അടിച്ച് നോട്ടിഫിക്കേഷൻ്റെ പോസ്റ്റ് കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയാണ്. അപ്പോൾ വന്ന് ചാടിയെന്ന് പറയുക ഈ ഒരു ലൊക്കേഷനിലാണ്. അപ്പോൾ ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടെ വന്ന കാഴ്ചകളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ടായി വരിക. അപ്പം മച്ചന്മാരെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ജോസുട്ടം വ്ളോഗ്സ് എന്നുള്ള ചാനൽ കാണുന്നവരാരെങ്കിലും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഓർക്കണമെങ്കിൽ ജോസുട്ടം വ്ളോഗ്സിൽ ജോസുട്ട് വരുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യം കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്ത് തരിക. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പം നമ്മുടെ ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത് കിഴക്കിൻ്റെ വെന്നീസ് എന്ന് കൂടെ അറിയപ്പെടുന്ന ഒരു നാടാണ് നമ്മുടെ ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെല്ലിൻ്റെ അറ എന്നറിയപ്പെടുന്ന ഒരു നാട് കൂടിയായിരുന്നു ആലപ്പുഴ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കുട്ടനാടിലാണ്, കുട്ടനാടൻ മേലാണ്. അപ്പോൾ നമ്മൾ കാണാത്ത കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ നമുക്കൊന്ന് കൗതുകമായിട്ട് തോന്നി. എന്നാ കൊയ്ത്ത് നമ്മൾ കടപ്പുറം മേലയിൽ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ കണ്ടിട്ടില്ല. കാരണം ഇങ്ങനെ പോയപ്പോൾ ആ വഴിയെ പോയപ്പോൾ നമ്മൾ കണ്ടപ്പോൾ കുറേ എക്സൈറ്റ്മെൻ്റ് ആയി. നമുക്ക് കാണാൻ വേണ്ടി എന്താ പറയുക, കാണാനായിട്ട് കൊതി തോന്നിയിട്ട് നമ്മളിങ്ങനെ തിരിച്ചു വന്നത്. ഈ വഴി കാണുമ്പോൾ തന്നെ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം എങ്ങനെയൊക്കെയാണ് ഈ കൊയ്ത്ത് യന്ത്രത്തിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ എങ്ങനെ കൊയ്ത് വരുന്ന ആ നെല്ലൊക്കെ കിടക്കുന്നുണ്ടോ, അതെങ്ങനെയാണ് വന്ന് ഇടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുവരാം. കാണാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കാണാം, നോക്കാം. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു കാഴ്ചകളൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എപ്പോഴും കിട്ടുന്ന കാഴ്ചകളല്ല. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ വരുമ്പോൾ യാദൃശ്യമായിട്ടൊക്കെ കിട്ടുന്ന കാഴ്ചകളൊക്കെ ഇങ്ങനെ. അപ്പോൾ വഴി എന്ന് പറയുന്നത് ഒരു റിസ്ക് പിടിച്ച വഴിയാണ്. അത്യാവശ്യം ഇങ്ങോട്ട് പോയി വെള്ളത്തിൽ വീഴും, ഇങ്ങോട്ട് വീണാൽ വെള്ളത്തിൽ വീഴും. അങ്ങനെ ഈ ചൂടും കാര്യങ്ങളൊക്കെ എന്തായാലും നേരത്തെ ആകും എന്നുള്ള രീതിയിലാണ് തോന്നും. അപ്പോൾ ഇതിലേക്ക് പോയി നമുക്ക് നേരത്തെ ചെളിയൊക്കെ ആവും, ചെളിയൊക്കെ ആകും. പക്ഷേ നമുക്ക് അതിൽ വിഷയമൊന്നുമില്ല. നമുക്ക് എന്തായാലും അത് കാണണം, അതെങ്ങനെയാണ് ഇത് വരുന്നുണ്ടോ. എന്തായാലും നമുക്ക് അതിനകത്ത് എന്തായാലും നെല്ലടിക്കാനുള്ള വരുവാണെന്ന് തോന്നുന്നു. അത് നമുക്ക് നോക്കാം.
അവരതിനെ കൊണ്ട് അപ്പോൾ ഇത് നെല്ല് അവിടെ ഡംപ് ചെയ്യുക. മില്ലുകാർ വേണം അവർ സപ്ലൈസ് മില്ലുകാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഓരോരോ മില്ലുകാർക്ക് ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇല്ല ഇവിടെ ഒരു എങ്ങളെല്ലാം വരുമാ ഫോട്ടോ ഇടുക 2 കൃഷിയായിട്ട് ഇവിടെ നടക്കുന്നത്. കാരണം ഇവിടെ വെള്ളത്തിൻ്റെ വലിയ പ്രശ്നമാണ്. നെക്സ്റ്റ് വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ഈ കൃഷി ചെയ്യുന്നത് നമ്മളതിൻ്റെ ഒരു 70-80 ദിവസം പ്രായമാകുന്നതല്ല ഈ മൊത്തം പോകുന്നത്. ഈ 70-80 ദിവസം പ്രായമായ നെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുടക്കാനുള്ള എല്ലാം ഈ മുടക്കി കഴിഞ്ഞ് പിടിക്കുന്ന സമയമാണ്. ഇത് മട വീണെ മൊത്തം കൃഷി ചെയ്യുന്നത് നശിച്ചു പോകും. വെള്ളം പൊങ്ങി കൃഷി നശിച്ചു പോകും. നമുക്ക് ഒരു ആനുകൂല്യം എന്നൊന്നും കിട്ടത്തില്ല. അതിൻ്റെ നാമമാത്രമായിട്ടുള്ളതല്ല ഉണ്ട്. നമുക്ക് ഏക്കറിന് 35-40,000 രൂപയൊക്കെ എടുത്ത് ചിലവാണ് ഒരു കൃഷി ഇറക്കുന്നത്. നമുക്ക് അതിൻ്റെ ഒരു അംശം പോലും നമുക്ക് കിട്ടത്തില്ല. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ 2 കൃഷി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കറക്റ്റായിട്ട് ഇങ്ങനെ കാഴ്ചകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഈ 2 കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതുപോലെ ഈ ബണ്ടും കാര്യങ്ങളൊക്കെ നല്ല സെക്യൂറായിരിക്കണം. വെള്ളം പൊങ്ങിയാലും വെള്ളം കവിഞ്ഞ് വെള്ളം കയറരുത്, പണ്ട് കുട്ടി വെള്ളം കയറരുത്. ചില ഇതുപോലെ ഞങ്ങൾ അവിടെ വന്നേ ആ പാലമില്ല, ആ പാടിൻ്റെ അവിടെ നോക്കിയപ്പോൾ എവിടെ കൊയ്യണോ നമുക്കൊരു ആഗ്രഹം ഒന്ന് കാണാൻ. അപ്പോൾ 2-3 ചേട്ടന്മാരൊക്കെ ചോദിച്ചു ചേട്ടാ ഇതെങ്ങനെ. അപ്പോൾ അങ്ങനെ പോയാൽ മതി. അപ്പം അങ്ങനെ നോക്കി അങ്ങനെയുണ്ട്. എന്താ നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് ചോദിച്ചിട്ടോ എന്നാ എനിക്ക് തമിഴ്നാടാ. തമിഴ്നാട് എനിക്ക് சேலம் தர்மபுரி. சேலம் தர்மபுரி நல்லா എടുക്കാതെ. ഹലോ, അപ്പോൾ മച്ചാൻ അപ്പോൾ ജോസിക്കൻ ബ്ലോഗ്സിൻ്റെ അതിനായ പുതിയൊരു വീഡിയോ നിങ്ങളെ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും കുട്ടനാട്ടിലെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് അവിടെ തന്നെ ബോർഡിച്ച് നിന്നപ്പോൾ വന്ന കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അതുപോലെ തന്നെ കുറച്ച് നാളായി നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് നിന്നിട്ട് യൂട്യൂബിലേക്ക് നമ്മുടെ ചാനലിൽ ഇട്ടിട്ട് കുറച്ച് നാളായി. അത് വേറെ നല്ല കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. കുറച്ച് ജോലിയുടെ കാര്യങ്ങളായിട്ടൊക്കെ ഓട്ടത്തിലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ കാര്യങ്ങളൊന്നും അങ്ങനെ ഇടാതിരുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതായിരിക്കും. ഇതുപോലെയുള്ള കുഞ്ഞു വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിലായിരിക്കും. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ആ ചേട്ടൻ പറഞ്ഞു തന്നു. അപ്പോൾ ആ ചേട്ടന് വളരെയധികം താങ്ക്സ്. അപ്പോൾ നമ്മളോട് ചോദിച്ച് എവിടുന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് മാരാക്കുളമാണ്. അപ്പോൾ അതിന് വേറെ ഒന്നും കൊണ്ടല്ല നമ്മളങ്ങനെ പറഞ്ഞത്. പക്ഷേ മാരാക്കുളം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി, ക്യാച്ച് ചെയ്യും. കാട്ടിലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.